നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ക്ഷണക്കത്തുമായി വരാത്ത ആരെയും കയറ്റിവിടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് സ്റ്റേജ് ഷോ ഒന്നും അല്ലല്ലോ, കല്യാണല്ലേ. കാർഡില്ലാത്തവർക്കും കേറാം, പ്രത്യേകിച്ചും ഇവർക്ക്. നിങ്ങൾ വാ, ആരാ തടയുന്നേന്ന് എനിക്കൊന്ന് കാണണം. ഓഹോ, നീ ഇവിടെ വന്ന് സെൽഫി എടുത്ത് കളിക്കാ? ഇത് ആരുടെ ഫോണാ? രാജുവേട്ടന്റെ. രാജുവേട്ടൻ, നീയേ ആ വെൽക്കം ഡ്രിങ്ക് എടുത്തു കൊടുക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലേ. സെൽഫിയൊക്കെ നമുക്ക് പിന്നീട് എടുക്കാം. ചെല്ലേ. ആ, അല്ലെങ്കിൽ വേണ്ട, നീയേ സാനിയുടെ കൂടെ തന്നെ ഉണ്ടായാ മതി. അതാ നല്ലത് കേട്ടോ. ചെല്ലേ. ആ ഒന്ന് നിക്ക്, ആ ഫോണിങ് തന്നിട്ട് പോ. രാജു, നീ എന്ത് ചെയ്തോണ്ടിരിക്കാ? ഞാൻ ഈ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ എഴുതി വെച്ചില്ലെങ്കിലേ മറന്നു. ആ, നിന്നെ പ്രതാപ് അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്തോ അത്യാവശ്യം പറയാനുണ്ടെന്ന്. ആണോ? എന്നാ ഞാൻ ഇപ്പൊ തന്നെ ചെന്നുണ്ടോളാം. ആ, രാജു സാർ ഇവിടെ മേഡം. എന്തിനാ? സാറിന്റെ വീട്ടുകാർ വന്നിട്ടുണ്ട്, പക്ഷെ അവരുടെ കയ്യിൽ ക്ഷണക്കത്തില്ല. ക്ഷണക്കത്തില്ലാത്ത ആരെയും കയറ്റി വിടണ്ടെന്ന് ഞാൻ തന്നോട് പറഞ്ഞിരുന്നല്ലേ? അതെ മേഡം. പിന്നെ എന്തിനാ വന്ന് ചോദിച്ചത്? അല്ല മേഡം, അത് രാജു സാറിന്റെ ഫാമിലിയാണെന്ന് അവര് പറയുന്നത്. അങ്ങനെ പലരും പലതും പറയും, അതൊന്നും നമ്മൾ വിശ്വസിക്കാൻ പോകണ്ട. ശരി മേഡം. പിന്നെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ രാജുവിനെ ഫോൺ ചെയ്ത് ചോദിക്കേ, അപ്പ അറിയാലോ കയറ്റണോ വേണ്ടേന്ന്. ശരി മേഡം. ആ, രാജുവിന്റെ നമ്പർ അറിയാലോ? അറിയാം മേഡം. ആ, എന്നാ അവനെ വിളിച്ച് ചോദിക്കേ. ശരി മേഡം. നിങ്ങൾ വിളിച്ച നമ്പർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ശ്രമിക്കുക. രാജുവിനെ കണ്ട? ഇല്ല, ഞാൻ ഫോണിലൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ, സ്വിച്ച് ഓഫ് ആണെന്നാണല്ലോ പറയുന്നത്. രാജു സാർ നല്ല തിരക്കില്ല. വേറെ ശല്യമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഫോൺ ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും. ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? അത് ഞാൻ എങ്ങനെ പറയും? കാർഡുണ്ടെങ്കിൽ കയറ്റി വിടാമായിരുന്നു. ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? നിനക്ക് സന്തോഷായോ? പിന്നില്ലേ, തിരിച്ചടി കൊടുക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കണം. കുറച്ചു നേരം കാത്തു നിന്ന് കാല് കഴിക്കും, അപ്പൊ അവര് തിരിച്ചു പൊക്കോളും. അമ്മേ, ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം. അതൊന്നും പറ്റത്തില്ല. ആ കുഞ്ഞിത്തിരി വെള്ളം കുടിച്ചോട്ടെ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വരുന്ന ആർക്കും കയറി പോകാൻ പറ്റില്ല. വെറുതെ എന്റെ ജോലിയുടെ കളയരുത്. ശ്രീ, നിങ്ങളെന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അത് ഞങ്ങള് കാർഡ് എടുത്തില്ല. കാർഡോ? എന്ത് കാർഡ്? മേഡം, ക്ഷണക്കത്തുമായി വരാത്ത ആരെയും കയറ്റിവിടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് സ്റ്റേജ് ഷോ ഒന്നും അല്ലല്ലോ, കല്യാണല്ലേ. കാർഡില്ലാത്തവർക്കും കേറാം, പ്രത്യേകിച്ചും ഇവർക്ക്. നിങ്ങൾ വാ, ആരാ തടയുന്നേന്ന് എനിക്കൊന്ന് കാണണം. വാ, ചേച്ചി മനസ്സിലായോ? താങ്ക്സ് ഋതു. കാർഡ് എടുക്കാത്തതുകൊണ്ട് ഞങ്ങള് കേറാൻ സമ്മതിക്കാറ് ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. 1 മണിക്കൂറായി ഞങ്ങൾ ഇവിടെ. എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? വേണ്ട, രാജുവിനെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. സോറി, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തടസ്സം ഉണ്ടായതില്. അതൊന്നും സാരമില്ല മോളെ.
വലിയ വലിയ ആളുകളൊക്കെ ആവുമ്പോ ഇങ്ങനെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവും. അതനുസരിച്ച് പെരുമാറാൻ ശീലിക്കണം ഞങ്ങളെ പോലുള്ള സാധാരണക്കാര്. ചേച്ചി എനിക്ക് ദാഹിക്കുന്നു. വാ നിങ്ങൾ വാ 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 മോളെ. വാ. ഛേ, അവൾക്ക് വരാൻ കണ്ടൊരു സമയം. ദാ, എനിക്ക് വേണ്ട. ദാ. നിങ്ങൾ ഇപ്പോഴാണ് വരുന്നത്? കുറച്ചു വൈകി. എന്താ എവിടെ എത്തിട്ട് വിളിക്കാതിരുന്നത്? അപ്പോഴേക്ക് കുട്ടി വന്നു. നമസ്തേ സാറേ. വരണം. നമസ്കാരം സാർ. എല്ലാവരും എത്തിയിട്ടില്ലേ? ഓ, ഇന്ന് രാജുവിനെ പ്രതീക്ഷിക്കേ വേണ്ട. ഇവനിന്ന് ഫുൾ ബിസി ആയിരിക്കും. കല്യാണ നടത്തിപ്പിന്റെ ഫുൾ ചാർജും ഇവനാ. ഞങ്ങൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നേ ഉള്ളൂ. എവിടെ എന്തൊക്കെ നടക്കണം നടക്കണ്ടെന്ന് തീരുമാനിക്കുന്നതേ രാജുവാ. രാജു, നീ അവരെ അങ്ങോട്ട് ശരി സാർ. എന്നാ ശരി. വാ, അമ്മേ, ഇരിക്കാം. വാ സാർ. ഛേ, അവര് കേറിയല്ലോ അമ്മേ. ഇനി അവരുടെ അഹങ്കാരം കൂടി നമ്മൾ കാണേണ്ടി വരും. ഒന്നുമില്ല, അവരുടെ തല കുനിയാൻ പോകുന്നതേ ഉള്ളൂ. അതിനുള്ള ദിവസമായി ഇന്ന്. അപ്പൊ അമ്മ വേറെ പ്ലാൻ ഇട്ടിട്ടുണ്ടോ? നിനക്ക് എന്തറിയാം എന്നെ കുറിച്ച്? ക്ഷത്രിയ രക്തമാ ഈ സിരകൾ കൂടി ഒഴുകുന്നത്. എനിക്കറിയാം എന്ത്, എപ്പോ, എങ്ങനെ വേണോന്ന്. നീ കണ്ടോ ഇന്നിവിടെ എന്താ സംഭവിക്കാൻ പോകുന്നേന്ന്? അപ്പൊ ഇതെടുത്തു കൊടുക്ക്. ചെക്കനും കൂട്ടരൊക്കെ എത്താൻ സമയമായി. നിങ്ങൾ എല്ലാവരും റെഡിയായി സാനയുടെ റൂമിലേക്ക് പൊയ്ക്കോ. അപ്പൊ നീയും കുടിച്ചല്ലേ. ഹലോ. ഋതിക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ. മനസ്സിലായില്ല. എന്റെ അനിയത്തിയുടെ കല്യാണം, പക്ഷേ സ്വന്തം അനിയത്തിയുടെ കല്യാണം പോലെയാ ഋതിക്ക് ഇത് നടത്തുന്നത്. അതെന്റെ കടമയല്ലേ ദീപക്കെ. സാനി എനിക്ക് അന്യൊന്നും അല്ലല്ലോ. ഈ വീട്ടിലെ ആരുടെ കല്യാണം നടന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പെരുമാറുക. ആ, അങ്ങനെ തന്നെ വേണം. അതാണ് ഞാൻ നിന്നിന്ന് പ്രതീക്ഷിക്കുന്നത്. നന്നായിരിക്കുന്നു. ഈ ഡ്രസ് ഇട്ടപ്പോ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. വേറൊന്നും പറയാനില്ലല്ലോ. ഇല്ലെങ്കിൽ എനിക്കങ്ങോട്ട് പോവായിരുന്നു. ഇത്തിരി തിരക്കില്ല ഞാൻ. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.